ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഒരു CS റാങ്ക് മാച്ചാണ്. ഇതിൽ നമ്മൾ എന്തായാലും പോയി അടിക്കും. എൻ്റെ വിഷയം. അപ്പോൾ ഞാൻ F500 എടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ, അറിയാണ്ട് ഞാൻ എൻ്റെ BR റാങ്ക് സ്കില്ലാണ് എടുത്തെടുത്തത്. എൻ്റെ CS റാങ്ക് മറന്നുപോയി സ്കില്ല്. ശരി, നമുക്ക് കളിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ വന്ന് കുറച്ച് നേരം ഒളിച്ചിരുന്നു. കുറച്ച് നേരം ഒളിച്ചിരുന്നിട്ട് ഒരു എനിമിനെയും കണ്ടില്ല. അപ്പം ഞാൻ അപ്പുറത്തേക്ക് കൂടെ അങ്ങോട്ട് ബാക്കിക്ക് പോയി. ഞാൻ എന്നിട്ട് ഇവിടെ എനിമി ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് ചാടി നോക്കിയപ്പോൾ ഒരു വൺ ടൈപ്പ് നോക്കി നോക്കുമ്പോഴേക്കും അവനെയും എനിമീസ് അടിച്ചു കൊന്നു. അപ്പോൾ ഈ രണ്ടാമത്തെ കളിയെങ്കിലും പിടിക്കണം വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഡെസേർട്ടുകൾ ഉണ്ടായിരുന്നാലും ഞാൻ ഡെസേർട്ടുകൾ എടുത്തു. Follow me. ഞാൻ നേരെ ഇവിടുത്തെ ഈ സ്ഥലത്തേക്ക് കൂടെ ഇങ്ങനെ മെല്ലെ പോവാ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ പോവാം. ഇതിൽ കൂടെ തന്നെ പോവാണ്. പോകുമ്പോൾ എരുമീനൊന്നും കണ്ടില്ല. അപ്പം ഞാൻ അടിക്കാൻ നോക്കി, പറ്റിയില്ല. അപ്പം ഞാൻ അവനെ പറ്റിയില്ല. എന്നിട്ട് അവനെ നോക്കാക്കി എനിക്ക് കില്ലായി. കിൽ ഫിനിഷിങ് ചെയ്തു. ഇപ്പോൾ വേറെ ഒരു ടീമേറ്റ് ഇവിടെ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെയാണ് ഞാൻ ഇപ്പോൾ സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവൻ ഇവിടെ ഓടി അവിടേക്ക് പോകുന്നത്. എന്താ എനിക്ക് ഡെസേർട്ടിൽ എനിക്ക് ഡെസേർട്ട് അറിയാൻ പറ്റില്ല. കുറേ പ്രാക്ടീസ് ചെയ്ത് വിചാരിക്കല്ലേ. അപ്പോൾ ഇവൻ ഇവിടെ ഈ എൽഷേറ്റിൻ്റെ മുകളിൽ വന്ന് നോക്കാണ്. ഞാൻ കിൽഫീൽഡൊക്കെ നോക്കണം. ഇവൻ ഇവിടെ വന്ന് ഇവിടെ ഒളിച്ചിരുന്നു. ഞങ്ങളുടെ കയ്യിൽ 2 ടീമേറ്റ്സേ ഉള്ളൂ. മാത്രമേ ഉള്ളൂ. ആദ്യം ഇവിടെ ഈ വീട്ടിനുള്ളിൽ കയറി കുറച്ചേരെ കൊഞ്ഞിരിക്കുന്നുണ്ട്. അവനെ അടിച്ചിട്ടു. അപ്പോൾ വേറെ ഓരോ വെച്ച് അടിച്ചെങ്കിലും എന്നാലും 2 എണ്ണീസ് ഉണ്ടായിരുന്നുകൊണ്ട് അവർ അടിച്ചിട്ടു. ഇനി മൂന്നാമത്തെ കളി തുടങ്ങിയിരിക്കുക ഗൈസ്. ഞാൻ തോമസും കണ്ടു. തോമസിനും എടുത്തു, ഡെസേർട്ടുകളും എടുത്തു. ഇങ്ങനെയാണ് കൊല്ലണം വിചാരിച്ചിട്ടാണ് ഞാൻ ഈ കളിയിൽ നന്നായി എടുക്കണമെന്നുണ്ട്. എനിക്ക് പറ്റുമോന്നറിയില്ല. എന്തുകൊണ്ട് അടുത്ത് 2 മുട്ടയായി എടുക്കാൻ പറ്റുകയാണെങ്കിൽ എന്തായാലും നല്ല ഓട്ടോ ദേഷ്യത്തിൽ ഓടുന്ന പോലെ ഓടുന്നു. ഇവിടെ വന്ന് ആദ്യം ഒളിച്ച് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ഇവിടേക്ക് ആൾക്കാർ കുറേ വരാറുണ്ട്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഇരുന്നു കുറച്ച് നേരം. ഇവിടെ ഒരു എനിമീനെയും കണ്ടില്ല. ടീമേറ്റ്സ് എല്ലാം കൂടെ അപ്പോഴാണ് ഒരു എനിമിയും കൂടെ നോക്കാക്കി നമ്മളെ. അപ്പോഴാ പിന്നെ നമ്മുടെ ടീമേറ്റ് ആ ഓടുമ്പോഴേക്കും ഹെഡൊക്കെ അടിക്കാനേ പറ്റിയില്ല. പിന്നെ ടീമേറ്റ് വേറെ പിന്നെ ഞങ്ങൾക്ക് വേറെ എനിമി ഞങ്ങളെ അടിച്ചു. എന്നെ നോക്കാൻ അപ്പോൾ എൻ്റെ സിറ്റുവേഷനാണ്. വേറെ അവൻ വന്നിട്ട് ബാക്കിൽ കൂടെ അടിച്ചു. കളി എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. എന്നാലും ഞങ്ങൾ കളി എടുക്കും. ഉറപ്പാണ് ഗൈസ്, കളി എടുക്കണം.
അപ്പോൾ ഞാൻ പിന്നെ തോമസിന് കൊടുത്തു, എക്സ്മേറ്റ് കൊടുത്തു. ഞാൻ എക്സ്മേറ്റ് ചുറ്റിലേക്ക് അടിച്ചു. കളി എടുക്കുന്ന എനിക്ക് അപ്പുറത്തെ ടീം നല്ല കളിയാണ്. ഞാൻ ഇവിടുത്തെ ഈ പുല്ല് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോവാണ് ഗൈസ്. എൻ്റെ ടീമേറ്റും ഉണ്ട്. രണ്ടുപേരും കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും. ടീമേറ്റ് ഒരിക്കലും കണ്ട് അടിച്ചു. അത് നോക്കായി. ഞാൻ ഫിനിഷാക്കി തലക്കടിച്ചവനെ നോക്കാം. കൂടെ അപ്പുറത്തേക്കൂടെ വീട്ടിൽ മറ്റവന് ഫിനിഷ് ചെയ്തു. ലാസ്റ്റ് ഉണ്ടായിരുന്ന എനിമീനെ അടിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്ത കളിയിലും ഞാൻ തോമസിന് എക്സമേറ്റുമാണ് എടുത്തത്. പിന്നെ കുറേ ഞാൻ ഒക്കെ എടുത്തു. എല്ലാം സെറ്റാക്കി എല്ലാം സെറ്റാക്കി ഞങ്ങൾ ഹീറോ കഴിഞ്ഞു. ഞാൻ ഇവിടെ വന്നത് ഈ സ്ഥലത്ത് വന്ന് ഒളിച്ചിരിക്കാൻ വരികയാണ്. അപ്പോഴേക്കും ഞങ്ങൾ ടീമേറ്റ് രണ്ടുപേരും കൂടെ വന്ന് ഇവിടെ നിൽക്കുന്നുണ്ട്. ഇത് ഒരുത്തനും കൂടെ ഇപ്പോൾ വരുന്നു. അപ്പോഴേക്കും എൻ്റെ ടീമേറ്റ് ഫോഴ്സൊക്കെ കിട്ടി രണ്ടിനും. ഒരു ടീമേറ്റ് അടിച്ചു. എന്നാൽ എനിക്ക് അപ്പം നോക്കാം മുമ്പേ. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ 3 ടീമേറ്റും കൂടെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. ഉള്ളിലൊന്നും ഒരിക്കലും കണ്ടില്ല. അപ്പം ഞാൻ ഇവിടെ വന്നൊന്ന് നോക്കുകയാണ്. ടീമേറ്റ് ഇവിടെ നിന്ന് കണ്ട്. അപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് മുകളിലാണെന്ന് മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്തു, ഈ കണ്ടെയ്നറിൻ്റെ അടുത്ത് വന്ന് ഇവിടെ നിന്ന് കുറച്ച് തലമണ്ട കൊടുത്ത് ഞാൻ അടിച്ചു പോകും. അപ്പോൾ രണ്ടാമത്തെ കളി ഞങ്ങൾ നല്ല പോലെ സമയത്ത് അല്ലാണ്ട് ഗ്രോസ് എടുത്തു ഗൈസ്. ഈ കളി നമ്മൾ സമയത്തിന് വെച്ച് ഈ കളി ഞാൻ ഫ്രണ്ടിൽ കൂടെ ഓടി ഇവിടെ പോയി വേറെ എനിമി വരുമ്പോൾ അടിക്കാൻ പറഞ്ഞിട്ട് പിന്നെ വേറെ അപ്പുറത്തേക്ക് കൂടെ പോയി ഒന്ന് നോക്കി. ടീമേറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അപ്പുറത്ത് പോയി. തലമണ്ട അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഞാൻ പോയി അങ്ങോട്ട് ഓടി. അവനെ കുത്തിപ്പിടിച്ച് നോക്കാക്കി അങ്ങനെ ചെയ്തു. ഓരോ ടീമിനും ഞങ്ങൾ 3 പേരും അവർ അപ്പം എൻ്റെ ടീമിൽ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ മറിഞ്ഞ പോലെയായി ഗൈസ്. ഞാൻ ഗ്ലൂവാൾ പൊട്ടിച്ചു. ഞാൻ ടീമേറ്റ് വന്ന് എടുത്തു. ലാസ്റ്റ് 3ാമത്തെ കളി എത്തുമ്പോഴാണ് ഇവിടെ മറിഞ്ഞ പോലെയായി ലാസ്റ്റ് എനിമിനെ. എന്നാലും ഞങ്ങൾ അപ്പോൾ ഈ കളിയിലാണ് ഞാൻ ഗ്രോസ് എടുക്കുന്നത് ഗൈസ്. അപ്പോൾ പറഞ്ഞ കളി ഗ്രോസിനും ഞാൻ ചുറ്റി അടിച്ച് ഗ്ലൂവാൾ കൊണ്ട് എടുത്തു. ആണ് എല്ലാം വെസ്റ്റ് എല്ലാം ഒക്കെ സെറ്റായിട്ട് അങ്ങനെ ഞാൻ സ്റ്റാർട്ടാകാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. Go for the airdrop. അപ്പോൾ കളി സ്റ്റാർട്ടാക്കാൻ ഞാൻ ഇവിടുത്തെ ഈ കണ്ടെയ്നർ ഉള്ളിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്.
എനിക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടേക്ക് അവർ സ്മോക്ക് ഇട്ടു. ഞാനും എന്ത് ചെയ്തു, ഒരു സ്മോക്ക് എടുത്തിട്ടു. വേറെ ഒരുത്തൻ അത് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അവിടേക്ക് പോയി. ഞാനും അവിടെ പോയിട്ട് കുനിഞ്ഞിരുന്നു. ഞാൻ ബോംബെറിയാൻ വേണ്ടി ഇങ്ങനെ സേവ് ചെയ്യാൻ പോയിരുന്നു. അപ്പോഴാണ് അവൻ ബോംബിട്ടത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് ബാക്കിൽ വന്നിട്ട് ബോംബെറിഞ്ഞില്ല. അപ്പോൾ സ്മോക്ക് ഇട്ടു അവൻ. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം മെല്ലെ പോയി ബോംബിടാൻ വിചാരിച്ചിട്ട് ഇട്ടു. ബോംബിട്ടില്ലേ, അവനെ കില്ലാവോന്ന് അറിയില്ല. ജസ്റ്റ് മിസ്സിന് അവൻ രക്ഷപ്പെട്ടത് ബോംബെന്ന്. പിന്നെ ഇവിടെ കുറച്ച് നേരം പിന്നെ അടിക്കാവാറ് കൊണ്ടൊരു Enemy very close. First doom. ഇങ്ങോട്ട് തന്നെ വന്നു. ഇങ്ങോട്ടൊന്ന് വന്നപ്പോൾ ഇങ്ങനെ കണ്ടു നിറയെ ഡാമേജ് കൊടുത്തു. പിന്നെയും ഡാമേജ് കില്ലെടുക്കാൻ വേറൊരുത്തനും വന്നു. എന്നാലും ഒരു 21 വേറൊരുത്തനെയും കണ്ടു. അവനെയും ഞാൻ അടിച്ചു. അതും കൂടെ ആ എനിമീനും കൂടെ ടീമേറ്റ് എടുത്തു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ് ബിലോ.